എൻ്റെ പേര് പ്രകാശ്. ഞാൻ കൊല്ലത്താണ് സ്വദേശം. KSRTC സ്വിഫ്റ്റിൻ്റെ നഗരക്കാഴ്ചകൾ എന്ന ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് 2 ബസ്സുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 2 ഡബിൾ ഡെക്കർ ബസ്, ഇലക്ട്രിക്കാണ് ഈ ബസ്. ഇതിൽ നമുക്ക് ഞാൻ 1.5 വർഷമായി ഇപ്പോൾ സർവീസിൽ ഉണ്ട്. ഈ സർവീസിൽ നിന്നിട്ട് എനിക്കിതിലേക്ക് സെലക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ്ങിനുള്ള ഒരു മിസ്റ്റേക്കും വരാതെ ഇത്രയും വർഷം നിന്നതുകൊണ്ടും അങ്ങനെ ഒരു ബേസിലാണ് എനിക്കിതിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഈ യാത്ര എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8 മണിക്ക് ആദ്യത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 9 മണി രണ്ടാമത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓരോ മണിക്കൂർ ഇടവിട്ട് വണ്ടി കിഴക്കേക്കോട്ടയിൽ എത്തിച്ചേരും. നമുക്ക് 1.25 മണിക്കൂറാണ് ഒരു സർക്കിളിൻ്റെ ദൈർഘ്യം. അതുകൊണ്ട് ഓടിയെത്താൻ പറ്റില്ല. നമുക്ക് 2 മണിക്കൂറോളം എടുക്കും നമ്മൾ ഒരു സർക്കിൾ കറങ്ങിയെത്താൻ. ഒരാൾക്ക് 100 രൂപയാണ് ഇതിനകത്ത് ചാർജ് വരുന്നത്. നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ശംഖുമുഖത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ പ്ലെയിനൊക്കെ കറക്റ്റ് ലാൻഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കേട്ട് മുമ്പ് റീല് കണ്ടു വന്നതാണ്. നോക്കാം. ഞാൻ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ 27 കൊല്ലമായിട്ട് ജീവിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. എക്സ്പെക്ടേഷൻ വളരെ പോസിറ്റീവായുള്ള എക്സ്പെക്ടേഷൻസ് ആണ്. അത് തന്നെ അത് മീറ്റ് ചെയ്യും. ടൈം സ്പെൻഡിങ് ഇല്ല. കറങ്ങി വീണ്ടും ലുലു കണ്ട് ലുലുവിന് മുന്നിലൂടെ പോയി കറങ്ങി മുന്നിൽ പോയി തിരിച്ച് ഈഞ്ചക്കിന് വഴി നമ്മൾ സർവീസ് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. സിറ്റിയുടെ നല്ലൊരു വ്യൂ, നല്ല രീതിയിൽ ഇതുവരെ കാണാത്തൊരു വ്യൂ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പാക്കേജിൽ 4 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെ വെച്ചുള്ള പാക്കേജ് ഉണ്ട്. അതിന് നമുക്ക് ആവശ്യം വളരെ എൻജോയ് ചെയ്യുന്നു. ഏകദേശം ഒരു 2 ദിവസം കൊണ്ടാണ് ഇത്രയും ഫേമസ് ആയതെന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും റീൽസൊക്കെ കണ്ടിട്ടാണ് ഇതിലേക്ക് വീണ്ടും നമുക്ക് ഇപ്പോൾ തിരക്കുകൊണ്ട് ഈവനിങ് സമയത്ത് നമുക്ക് തിരക്കുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ നഗരക്കാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് നഗരം കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു വൈബ് എന്ന് പറഞ്ഞത്. അതൊരു പ്രത്യേക കാഴ്ചയാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളെ താഴെ ഇരുന്നാലും നമുക്ക് അതിന്റെ നഗരക്കാഴ്ചകൾ കാണാൻ പറ്റും. അത് നോർമൽ ബസ്സിൽ ഇരിക്കുന്ന അതേ കണക്ക് തന്നെയാണ്. നിങ്ങൾ റീൽസൊക്കെ കണ്ടു വന്നിട്ട് വന്നതല്ലേ? അതെ, ഇവരൊക്കെ റീൽസൊക്കെ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ അടിപൊളി യാത്രയാണ്, വൈബ് യാത്ര എന്ന് തന്നെ പറയാം.